ബി.ജെ.പിയിൽ കോൺഗ്രസ് വക സന്ദീപ് വാര്യർ ഓപ്പറേഷൻ ഇന്ന് നിർണായകം. പാലക്കാട് ബി.ജെ.പിയിൽ കടുത്ത പ്രതിസന്ധി. നഗരസഭയിലെ ബി.ജെ.പി ഭരണമടക്കം തുലാസിലാക്കിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റാക്കാനുള്ള തീരുമാനമാണ് പ്രതിസന്ധി തുടങ്ങിവെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വത്തോട് ഇടഞ്ഞ 9 ബി.ജെ.പി കൗൺസിലർമാർ ഇന്ന് പാർട്ടിക്ക് രാജിക്കത്ത് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സി കൃഷ്ണകുമാറിന്റെ ബിനാമിയായ പ്രശാന്ത് ശിവനെ അംഗീകരിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് വിമതർ. പാലക്കാട് ബി.ജെ.പിയിലെ പ്രതിസന്ധി സന്ദീപ് വാര്യർ ഓപ്പറേഷനിലൂടെ ഗുണമാക്കാമെന്ന ചിന്തയിലാണ് കോൺഗ്രസ്. വിമതർ നിലപാട് വ്യക്തമാക്കിയാൽ കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിച്ച് നീക്കുപോക്കുണ്ടാക്കുമെന്ന് സന്ദീപ് വാര്യർ പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം പാലക്കാട്ടെ ബി.ജെ.പിയിലെ പുതിയ അധ്യക്ഷനായി യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ ഇന്ന് പ്രഖ്യാപിക്കും. പ്രഖ്യാപനമുണ്ടായാൽ തൊട്ടുപിന്നാലെ തന്നെ കൗൺസിലർ സ്ഥാനം രാജിവെക്കാനാണ് ഇടഞ്ഞു നിൽക്കുന്നവരുടെ തീരുമാനം. ചട്ടങ്ങൾ മറികടന്ന് പ്രശാന്ത് ശിവന് വേണ്ടി ഇടപെട്ടു എന്നതാണ് മുതിർന്ന നേതാക്കളെ ചൊടിപ്പിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് കൂടുതൽ വോട്ട് നേടിയവരെ മാറ്റി നിർത്തി ഏകപക്ഷീയമായി അധ്യക്ഷനെ തെരഞ്ഞെടുത്തു എന്നാണ് ആക്ഷേപം. ബി.ജെ.പി ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാറിന്റെ നോമിനിയായ പ്രശാന്ത് ശിവനെ തെരഞ്ഞെടുത്തതിൽ അട്ടിമറിയുണ്ടെന്നും നേതൃത്വം തിരുത്തണമെന്നുമാണ് ആവശ്യം. തിരുത്തിയില്ലെങ്കിൽ ദേശീയ കൗൺസിൽ അംഗം ഉൾപ്പെടെ 9ഓളം കൗൺസിലർമാർ രാജിവെക്കാനാണ് ആലോചന. ആകെ 52 അംഗങ്ങളുള്ള നഗരസഭയിൽ ബി.ജെ.പിയിൽ 28, യു.ഡി.എഫ് 16, വെൽഫെയർ പാർട്ടി 1, എൽ.ഡി.എഫ് 7 എന്നിങ്ങനെയാണ് കക്ഷിനില. വിമത ശബ്ദമുയർത്തിയ കൗൺസിലർമാർ രാജിവെക്കുകയാണെങ്കിൽ നഗരസഭയുടെ ഭരണം ബി.ജെ.പിക്ക് നഷ്ടമാകും. ഇടഞ്ഞു നിൽക്കുന്നവരെ മറുകണ്ഠം ചാടിക്കാൻ സന്ദീപ് വാര്യരെ മുൻനിർത്തിയുള്ള കോൺഗ്രസ് നീക്കം സജീവമാണ്. എന്നാൽ സംസ്ഥാന നേതൃത്വത്തെ അതൃപ്തി അറിയിക്കുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുക എന്നതിനപ്പുറം പാർട്ടി വിടാനുള്ള തീരുമാനം അംഗങ്ങൾ എടുക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ.